ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പുച്ഛ ഭാവമാണ്. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞാനുള്ളത് അയർലൻഡിലെ കിൽക്കണി ക്യാസിലിനും നോർ നദിയുടെയും ഇടയിലൂടെ പോകുന്ന ഒരു വാക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ നല്ലൊരു രസമുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയുണ്ട്. ബേഡ്സിൻ്റെ സൗണ്ടും വലിയ വലിയ മരങ്ങളും പച്ചപ്പും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഹായ് വേണം. ഹായ്. ഇനി ഭാവിയിൽ അമീലും നമ്മുടെ യൂട്യൂബിലെ വീഡിയോക്ക് ഇൻട്രോ കൊടുക്കുന്നതായിരിക്കും. രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ഞാൻ വിട്ടു. എന്നെ പറയാനുള്ളേ പറ, എന്തിലൊക്കെ പറ. ഹായ്. പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. വെള്ളം വെള്ളം കണ്ടിട്ട് വെള്ളം വീടില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ഇറങ്ങിയാൽ തന്നെ നമ്മുടെ മേല് ഫുള്ള് ഫ്രീസ് ആയി പോകും. അത്രയ്ക്കും തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇറങ്ങാനൊന്നും പറ്റുമൊന്നുമില്ല എൻ്റെ പൊന്നോ. ഇപ്പം ഈ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അമ്മയിൽ കരയുക. അവിടെ ഇരുന്ന് കണ്ടോ. സമ്മർ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം കേട്ടോ. സമ്മർ ആകുമ്പോൾ അമീലുവിനെ നമുക്ക് ബീച്ചിൽ കൊണ്ടുപോകാം. അമീല് വാട്ടറിനോടൊക്കെ ഭയങ്കര വർത്താന. ഇങ്ങനെ സിമ്പിൾ ചേമ്പല പോലത്തെ ഒരു സാധനം കിട്ടി. ഇത് മിനി ചെമ്പല. ഇത് കണ്ടോ മിലു? ഇത് എങ്ങനെ അമ്മ കാണിക്കണത്? മിലു അത്രയും ദൂരെ പോയാൽ ഇനി വല്ല പ്രശ്നമാകുമെന്ന് ഓർത്തില്ല. പറ്റോ? അല്ലില്ല. ഒന്നോടിട്ടോ. ഓപ്പോ എല്ലാം പോയി. അപ്പൊ പോണോ അപ്പച്ചൻ്റെ കൂടെ. ഒരുക്കോ അമ്മീലോ. Bobo. Hello. She's getting very brave. When she was just born, she always hugged the doggies. Oh, right. Now she's getting bigger. Well, she's thinking, are they all nice? She's right to be thinking that. Dog. Yeah. Dog. You have to get a dog. Oh, she used to hug everyone. Yeah. But then when she gets older, she's just thinking, should I go there? This is wise. Avilu. What is his name? Piggy. Because when I got him, he had very little hair and he has no tail. Oh. He's a rescue. So he's... Great. Yeah. That's great. But he's very happy in my house. Can we take him home? Hi. Oh, she's getting very brave now. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ തടിയിൽ നിന്ന് കുറേ ചില്ലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്നത് കണ്ടോ. ഇതിനെയാണ് എപ്പിക്രോമിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഇതൊരു വലിയൊരു കൂട് പോലെ തോന്നുന്നുണ്ടല്ലേ. മരത്തിൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയ വളർച്ചയാണ് ചില്ലകളുടെ. എന്താണ് മാഷേ, എല്ലാം മനസ്സിലായോ ഞാൻ പറഞ്ഞേ? എന്ത് എപ്പിക്രോമിക്. മറ്റൊരു പ്രത്യേകത, ഇവിടെ നടക്കാൻ വരുന്നവരുടെ സുരക്ഷയ്ക്ക് ഇവരെന്തോരം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് ഇത്. ഈ വാക്കിംഗ് വേയിലൊക്കെ ഇവരിങ്ങനെ ഒരു ലൈഫ് ബോയ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ആരെങ്കിലും വീണാലോ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സുരക്ഷാ ക്രമീകരണം. എന്താ ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ? ഒരു പുച്ഛഭാവം. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പുച്ഛഭാവമാണ് ഇവർക്ക്. പുച്ഛം.
നിൻ്റെ സ്ഥായി ഭാഗമാണത്, മാറില്ല. എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഈ പാലത്തിലൂടെയാണ് കിൽക്കണിയിലെ വണ്ടികളെല്ലാം ഈ നോർ നദിയെ ക്രോസ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പേര് ഓസ്ട്രി ബ്രിഡ്ജ് എന്നാണ്, ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേര്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ളൊരു വുഡൻ പാലത്തിലാണ്. കണ്ടോ, നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നോർ നദിയൊക്കെ കാണാം. നല്ല ചെളിവെള്ളം കേട്ടോ ഒഴുകുന്നത്, നല്ല കാട്ട ചെളിവെള്ളം. ഇതായതുകൊണ്ട് അവർക്ക് നടക്കാൻ ഒരു ഇച്ചിരി കംഫോർട്ട് കുറവാണ്. ഏതാ ഇതായതുകൊണ്ട് ഈ ടൈപ്പ് സംഭവങ്ങൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്, അവർക്ക് പേടി എന്താ സാധനം. അങ്ങനെ ഞങ്ങളിവിടെ തടവിലാക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴെങ്ങും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ വീട്ടിൽ പോവല്ല, ഞങ്ങൾ ഈ അടുത്ത് കളിക്കാൻ പോവാ. കളിക്കാൻ പോകണം, അപ്പോൾ ഉറങ്ങാറായില്ലേ? അതൊക്കെ ഞങ്ങൾ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കളിക്കണം ഡാഡി, നല്ല വേതനം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കളിക്കണ്ടേ? എന്താ പറയണേ? ഞങ്ങൾ വലുതാവുന്നു, ഞങ്ങൾ കളിച്ചാലേ വലുതാവുള്ളൂ. അല്ലേ മേലു ആരും സ്പീഡ് പമ്പും ബും ബും ബും. അപ്പോൾ ഞങ്ങളങ്ങനെ പയ്യെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ഇനി ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഇലയോ അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയുണ്ട്. അതെ, ഇപ്പോൾ ഈ വിൻ്റർ ആയ കാരണം ഇലയൊക്കെ ഇങ്ങനെ പോയി മൊത്തം കൊഴിഞ്ഞു നിൽക്കുക. സ്പ്രിങ് ഓക്കെ. വിൻ്ററിനല്ലേ ഇല പോകുന്നേ അല്ലേ? ഇല പോയി. ഇപ്പം ഇനി ഇല വന്നെങ്കിൽ സ്പ്രിങ് പയ്യെ കഴിഞ്ഞ് സമ്മറിലേക്ക് ആയാലാണ് മരത്തിലൊക്കെ ഇലയാവുള്ളൂ. Am I right? Yes, you are right. Okay, thank you. അപ്പോൾ ശരി എന്നാ. അമ്മയിലൂടെ എൻജോയ്മെന്റ് നോക്കിക്കേ. അമ്മയില് ബൈ പറഞ്ഞേര്. ബൈ ബൈ. ഇനി ടാറ്റ കൊടുത്തു. ടാറ്റ. അമ്മയുടെ ഫോട്ടോഷൂട്ട് ഇവിടെ ചെയ്യാവേ. ഫോട്ടോഷൂട്ട് ഇവിടെ നിന്ന്. അമ്മയില് ടാറ്റ വന്നേ. ടാറ്റ. എല്ലാവർക്കും ടാറ്റ കൊടുത്തോ, എല്ലാവർക്കും ടാറ്റ കൊടുത്തോ. ടാറ്റ. അപ്പം അമ്മയിലും ഒക്കെ ടാറ്റ തന്നില്ലേ? അപ്പം ശരി എന്നാ, പിന്നെ കാണാം.